ഭൂമിയുടെ അവസാനം പ്രതീക്ഷിച്ചതിലും നേരത്തെയാകുമെന്ന് നാസയിലെ ശാസ്ത്രജ്ഞരുടെ പ്രവചനം. ഏകദേശം 100 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷം വാസയോഗ്യമല്ലാതെയാകുമെന്നാണ് ഗവേഷണ മോഡലുകളുടെ പ്രവചനം. പ്രായം കൂടുന്തോറും സൂര്യൻ കൂടുതൽ ചൂടും വികിരണങ്ങളും പുറത്തുവിടുമെന്നും തൽഫലമായി ഭൂമി ചുട്ടുപൊള്ളുന്ന ജീവനില്ലാത്ത ഇടമായി മാറുമെന്നുമാണ് പഠനത്തിൽ പറയുന്നത്. ഈ പഠനമനുസരിച്ച് സമുദ്രങ്ങൾ വരണ്ടുണങ്ങും, ഓക്സിജൻ ഇല്ലാതാകും, സൂക്ഷ്മജീവികൾ പോലും അതിജീവിക്കാൻ കഴിയാതെ വരുമെന്നും പഠനത്തിൽ കണ്ടെത്തി. അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നാസ ശാസ്ത്രജ്ഞരും ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകരും ചേർന്ന് നടത്തിയ ദി ഫ്യൂച്ചർ ലൈഫ് സ്പാൻ ഓഫ് എർത്ത് ഓക്സിജനേറ്റഡ് അറ്റ്മോസ്ഫിയർ എന്ന പഠനത്തിലാണ് നിരീക്ഷണം. മുൻ പഠനങ്ങൾ ഭൂമിയുടെ ജൈവമണ്ഡലത്തിന് ഏകദേശം 200 കോടി വർഷത്തെ ആയുസ്സാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. എന്നാൽ 4 ലക്ഷത്തിലധികം കമ്പ്യൂട്ടർ മോഡലുകളെ അടിസ്ഥാനമാക്കിയ പുതിയ സിമുലേഷനുകൾ പ്രകാരം ഇത്രയും ആയുസ് ഭൂമിക്കില്ലെന്നാണ് പറയുന്നത്. സൂര്യന്റെ പ്രകാശ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ജൈവമണ്ഡലത്തിന്റെ ആയുസ് പ്രവചിക്കപ്പെടുന്നത് എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ കസുമി ഒസാക്കി വ്യക്തമാക്കി. ഈ കണ്ടെത്തലുകൾ ശരിയാണെങ്കിൽ വിദൂര ഭാവിയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ക്രമേണ കുറയുവാൻ തുടങ്ങും. ഭൂമിയിലെ ജീവനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. പകരം ഓക്സിജന്റെ അളവ് പതുക്കെ പതുക്കെ കുറഞ്ഞ് സൂക്ഷ്മജീവികൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. ഒടുവിൽ സൂക്ഷ്മജീവികളും പൂർണ്ണമായി അപ്രത്യക്ഷമാകുമെന്നാണ് കണ്ടെത്തൽ. ഈ ദീർഘകാല പ്രക്രിയയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ ദൃശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ചു. സൗര കൊടുങ്കാറ്റുകളും കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളും ഉൾപ്പെടെയുള്ള സൗര പ്രവർത്തനങ്ങളുടെ വർധനവ് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെയും അന്തരീക്ഷത്തെയും ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഗവേഷകർ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷ താപനിലയിലെ വർധനവ്, മഞ്ഞുരുങ്ങൽ തുടങ്ങിയവയെല്ലാം ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ആയുസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.